ചലിക്കുമ്പോ അത് തടയും. ഹായ്, ഞാനും വിഷ്ണുവേട്ടനും എൻ്റെ മമ്മിയും മാനുവും കൂടെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ചോട്ടൂടെ കൺസേർട്ട് കാണാനായിട്ട്. അവൾ രേവ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് PGക്ക്. അപ്പോൾ അവളുടെ മ്യൂസിക്കിലെ കൺസേർട്ട് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് മുത്തങ്ങ കാട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറയും മുത്തങ്ങ ഫോറസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓടിക്കുന്ന ഈ ഒരു കാറ് എൻ്റെ മാനുവിൻ്റെയും മമ്മിയുടെയും വണ്ടിയാണ്. അപ്പോൾ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ഒരു 200 കിലോമീറ്റേഴ്സ് ഉണ്ട് ബാംഗ്ലൂർ എത്താനായിട്ട്. അപ്പോൾ ആ ട്രാവലിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഈ മുത്തങ്ങ കാട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടൽപേട്ടയാണ്. ആ സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ടാവുന്ന സ്ഥലമല്ലേ, എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അയ്യോ എൻ്റെ അമ്മോ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അത് ഒറ്റയാനാ അല്ലാതെ കൂട്ടണ്ടതാ. റൈറ്റ് സൈഡിലുണ്ട് വിഷ്ണുട്ടതാ, കൊറേ എണ്ണുണ്ട്. ക്രോസ് ചെയ്തോട്ടെ. ചലിക്കുമ്പോ അത് തടയും. സൂം ചെയ്തോ. പെണ്ണ ക്രോസ് ചെയ്യുന്ന കണ്ടോട്ടെ. പാവല്ലേ, ഇത് ക്രോസ് ചെയ്യാമ്മീ. അതിന്റെ ആരോ ആണിത്, അതിന്റെ ഭാര്യയാണിത് ഇവിടെ ഉള്ളത്. അതാണ്. അയ്യോ, പഴം കൊടുത്താലോ വിഷ്ണുട്ടാ? എറിഞ്ഞിട്ട് പോവാ. അതവിടെ കാണാന് ലെഫ്റ്റ് സൈഡ് എടുത്തോ. അടുത്താട്ടോ. അമ്മോ, ഇവിടെ നോക്ക്. മമ്മിക്ക് ഇപ്പൊ സന്തോഷായില്ലേ? ആനേനെ കണ്ടില്ലത് ഇവിടെ കൊറേ ഫാമിലിയാ ഇത് എടുക്കുന്ന കൃഷ്ണേട്ടാ. അത് വന്ന് റോഡ് കൊണ്ട് നടക്കുന്നുണ്ടോ? ഏതാ വണ്ടി? എന്തായാലും മമ്മിക്ക് ആനേനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ മമ്മി പറയുമായിരുന്നു, എത്ര തവണ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ പോയിട്ടുണ്ട്, പക്ഷെ ഇന്നേ വരെ ഒരു ആനേനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, ഒറ്റ മൃഗങ്ങളെയും കണ്ടിട്ടില്ല എന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, മമ്മിക്ക് വേണ്ടിയിട്ട് ആനേനെ ഫാമിലിയായിട്ട് വിളിച്ചിട്ട് അവിടെ വന്ന് നിൽക്കാൻ പറയാമെന്നൊക്കെ ഞാൻ തമാശയായിട്ട് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ കറക്റ്റ് ആനേനെ കണ്ടു. മമ്മിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ആനയെ കണ്ടപ്പോൾ. ആനയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇതേ അടുത്തത് ഞങ്ങൾ മയിലിനെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വീട്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതിയായിരുന്നു. നടക്കാൻ വയ്യ, അത്രയുണ്ടല്ലേ. അങ്ങനെ ഞങ്ങളിത് എക്സ്പ്രസ് ഹൈവേയിലെത്തി. ഇവിടെയാണ് വണ്ടി ഓടിക്കാനായിട്ട് ഏറ്റവും സുഖം കേട്ടോ. സ്ട്രെയിറ്റ് റോഡാണ് ബാംഗ്ലൂർ വരെയും. അപ്പോൾ നല്ല സ്പീഡിന് പോവാം. അത് മാത്രമല്ല പല സ്ഥലത്തും 100 ആണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യണം. പല സ്ഥലങ്ങളിലും ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അടിപൊളി, ഏറ്റവും എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഏറ്റവും സ്പീഡിൽ ഞാൻ ഇവിടെയാണ് വണ്ടി ഓടിച്ചതെന്ന്. അങ്ങനെ ഞങ്ങൾ ചോട്ടുവിൻ്റെ യൂണിവേഴ്സിറ്റി എത്തി. കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ഇവിടെ മാഗി സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഇരുന്ന് മാഗി കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കും എന്തോ ഒരു കോളേജിലെത്തിയ പഴയ കോളേജ് കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ നെക്സ്റ്റ് ഇനി ഞങ്ങൾക്ക് കൺസേർട്ട് കാണണം. Next, we begin with the traditional Varnam, Ninnu Kori, set in Raga Mohanam and Adithalam. Sannuta
is a joyous invocation filled with Bandure Tikulu Bandure Tikulu Viyavaya Rama 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 Bandure Tikulu తుంటవింటి కాని పామరే సని స